കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി വടകരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണൻ, അഡ്വക്കേറ്റ് ദിലീപ്, ജയ്കിഷ് മാസ്റ്റർ, PP മുരളി, പ്രസീത P, നിഷ മനീഷ്, പ്രിയങ്ക P, അനൂപ് മാസ്റ്റർ, വ്യാസൻ കുരിയാടി, TP രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധി പറഞ്ഞ ആ വിവാദത്തെ തുടർന്ന് വോട്ടർ പട്ടിക എല്ലാവരും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് സോണിയാഗാന്ധി ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ അമ്മ, ആ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് 1983 83 മുതലാണ് ഇന്ത്യൻ പൗരയായി സോണിയാഗാന്ധി മാറുന്നത്. ആ സോണിയാഗാന്ധിക്ക് 1980 എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് വോട്ടവകാശം ഉണ്ടായത് എന്ന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് അല്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളെല്ലാം കോൺഗ്രസിന് എതിരായി വരികയാണ്. കോൺഗ്രസിനെതിരായി കൊക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാവെടുത്താൽ വിഡ്ഢിത്തം മാത്രം പുലമ്പുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ജൽപ്പനങ്ങളെ ജനങ്ങൾ അവറ്റയോടുകൂടി തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നലെ ഞങ്ങളുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ചു ഞങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ജേക്കബിനെ ഉൾപ്പെടെ പോലീസുകാർ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. ഇതേപോലെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ, സമാധാനപരമായി പ്രതിഷേധം നടക്കുമ്പോൾ പിന്നിലൂടെ വന്നിട്ട് ലാത്തിയെടുത്ത തലക്കടിച്ച് ജസ്റ്റിൻ്റെ തലയിൽ ലാത്തി കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്ത് തെറ്റാണ് ജസ്റ്റിൻ ജേക്കബ് ചെയ്തത്? പോലീസുകാരെ കല്ലെടുത്തെറിഞ്ഞോ? പോലീസുകാരനെ ആക്രമിച്ചോ? ഏതെങ്കിലും ഒരു പോലീസുകാരുടെ നെഞ്ചത്ത് ഒരു തരി മണ്ണ് വീണിട്ടുണ്ടോ? അപ്പോ പിണറായി വിജയന്റെ തെട്ടൂരം, ആ തെട്ടൂരം അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ചില കാക്കിയുടുത്ത ഏമാന്മാർ. എന്തൊരു ഗതികേടാണ്! പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്നല്ല, AKG സെന്ററിൽ നിന്ന് അല്ല ആ പോലീസ് ഏമാന്മാർക്ക് ശമ്പളം കിട്ടുന്നത് എന്ന് ആ പോലീസ് ഏമാന്മാർ ആലോചിക്കുന്നത് നല്ലതാണ്. ചില പോലീസുകാരുണ്ട് AKG സെന്ററിൽ നിന്ന് എന്ത് തെട്ടൂരം ഇറക്കി കൊടുത്താലും അക്ഷരം പ്രതി അനുസരിക്കുക. അത്തരം പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ അവരെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ അത്രമാത്രം വലിയ പിണറായി വിജയൻ ഷൂ നക്കാൻ പറഞ്ഞാൽ കിടന്നും